തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളി BDJ സ്ഥാനാർത്ഥിയാകും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളിയും വയനാട് മണ്ഡലത്തിൽ പൈലി വാദ്യാട്ടും NDA സ്ഥാനാർത്ഥികളായും വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരത്തിനെത്തിയാൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകും. നിലവിൽ വയനാട് സീറ്റ് BJP ആവശ്യപ്പെട്ടിട്ടില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അച്ഛൻ്റെ അനുഗ്രഹത്തോടെയാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് SNDP യോഗത്തിൽ നിന്ന് രാജിവെക്കേണ്ടതില്ല. യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് താൻ തുടരുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു കാര്യം, തുഷാർ വെള്ളാപ്പള്ളി ഏതെങ്കിലും പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്നുവെങ്കിൽ SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്നാണ് നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നത്. അതിനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണെന്നാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല SNDP യോഗം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. താൻ ഒരേ സമയം SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റും അതേസമയം തന്നെ BDJSന്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. SNDP യോഗത്തിന്റെ ഒരു സ്ഥാനവും താൻ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എടുത്തിരിക്കുന്ന നിലപാട്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. വയനാട് സീറ്റിനെ സംബന്ധിച്ച് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമവാക്യം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നാൽ മാറി മറിയുമെന്നാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. വയനാട് സീറ്റ് സംബന്ധിച്ച BJPയുടെ നിലപാട് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വരവിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. വെള്ളാപ്പള്ളി നടേശന്റെ എല്ലാവിധ അനുഗ്രഹത്തോടു കൂടിയാണ് താൻ മത്സരിക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു.